സ്വാദിന്റെ കലവറയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയായിരുന്നു. സോന എന്നാണ് ഫ്രണ്ടിന്റെ പേര്. അപ്പോൾ സാധാരണ ഞാൻ അവളുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അവള് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് എനിക്ക് വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ തലേ ദിവസം ഞാൻ അറിയിച്ചിട്ടായിരിക്കും പോകുന്ന കാര്യം. ഈ ഒരു ഫുഡ് എനിക്ക് ക്രൈസ് ആയതുകൊണ്ട് എന്തെങ്കിലും അവള് സെറ്റാക്കി വെച്ചേക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ തലേ ദിവസം അറിയിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അന്ന് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇവള് പെട്ടെന്ന് എനിക്ക് ഒരു സാധനം കൊണ്ടുവന്നു. അതെനിക്ക് നേരത്തെ പരിചിതമായ ഒരു സാധനമായിരുന്നു. ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ഞാൻ ഈ ഒരു സാധനം കഴിച്ചിട്ടുണ്ട്. അതിന്റെ പേര് നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാമായിരിക്കും. ബോംബെ ടോസ്റ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ കരുതി ഇത് കോഫി ഹൗസിൽ ഞാൻ കഴിച്ച അതേ ടേസ്റ്റ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടാക്കി തന്നു. അപ്പോൾ ഞാൻ കരുതി ഇവള് ഇത് അവിടെ നിന്ന് ഓർഡർ ചെയ്ത് എനിക്ക് വാങ്ങി വെച്ചതായിരിക്കുമെന്ന്. പക്ഷെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇത് വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പം ഞാൻ വിശ്വസിച്ചില്ല. ആരും ഇവർക്ക് ഇത്രയും നല്ലതായിട്ട് കുക്കിംഗ് ചെയ്യാൻ അറിയാമോന്ന് എനിക്ക് ഭയങ്കര ആകാംക്ഷയോടെ ഞാൻ എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ആ ഒരു റെസിപ്പീസ് ഞാൻ ചോദിച്ചു. അപ്പം എനിക്കത് വിശ്വാസമാവാത്തതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ഒരെണ്ണം ഇവളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഉണ്ടാക്കി വെച്ചിരുന്ന് ഞാൻ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് തന്ന സാധനം ചൂടൊക്കെ പോയായിരുന്നു. പക്ഷെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ആ ഒരു റെസിപ്പി ഞാൻ പഠിച്ചു. അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ 5 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇത് തെറ്റിദ്ധരിക്കരുത്, ഇത് ഉപ്പല്ല, പഞ്ചസാര ഞാൻ പൊടിച്ചതാണ്. അപ്പോൾ മധുരം നിങ്ങൾക്ക് എങ്ങനെയാണോ അതനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക ഞാൻ ക്രഷ് ചെയ്ത് ഇട്ടുന്നുണ്ട്. ഇനി അടുത്തത് കുറച്ച് പാല്. ഞാൻ ഇവിടെ 1 കപ്പ് പാല് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിക്കുക. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിക്കുകയോ ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ബീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. എനിക്കിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ സ്പൂൺ ഉപയോഗിക്കുന്നത്. മാക്സിമം എത്രത്തോളം വിസ്ക് ചെയ്യാൻ പറ്റുമോ അതനുസരിച്ച് വിസ്ക് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബോംബെ ടോസ്റ്റ് റെഡിയാക്കുന്നതിന് വേണ്ടിയുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് ഞാൻ 4 സൈഡും ഇങ്ങനെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 10 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ ഇതുപോലെ. അപ്പോൾ ഇനി നമുക്കൊന്ന് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മുട്ടയിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് വേണം ആ പാനിലേക്ക് ഇടാൻ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പാൻ ചൂടായി ബട്ടറൊന്നും തേക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബട്ടറിൽ ടോസ്റ്റൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് ഒന്ന് അപ്പോൾ നമുക്കിനി ഈ എഗ്ഗിലേക്ക് ഓരോ ബ്രെഡും ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഇതിലേക്ക് ഇടുക, പാനിലേക്ക് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ഒരേ ടൈമിൽ 4 ബോംബെ ടോസ്റ്റാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് ഇങ്ങനെ ഇത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. കരിയാതെ നോക്കുക.
ഇതുപോലെ നമുക്ക് മറ്റുള്ളവ ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോംബെ ടോസ്റ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിത് കഴിക്കാൻ തോന്നുന്നു, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നമ്മുടെ ചാനലിൻ്റെ പേര് വിഘ്നേശ്വര മീഡിയ TV ആണ്. എല്ലാ പേരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്കത് ഇഷ്ടമായോ എന്നുള്ളതൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. മറ്റൊരു കിട്ടില്ല റെസിപ്പിയുമായി ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.